ഹായ് ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ്മി അനന്തു. മക്കളെ, ഞാൻ ഈ ലാബുമായിട്ട് വീണ്ടും വന്നതെന്ന് പറഞ്ഞാൽ മക്കളെ 2025 നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ലാബിൻ്റെ പബ്ലിക് എക്സാമിന് ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ, അത് ഷിഫ്റ്റിംഗ് ഗ്രാഫിൽ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് മസ്റ്റായിട്ട് മക്കളെ കാണുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. നാളെ എക്സാമുകൾ എല്ലാവരും കണ്ടിട്ടേ പോകാവുള്ളൂ. ഓക്കെ, അതാണ് ഇത്രയും വൈകിയും ഞാനിത് ചെയ്യുന്നത് കേട്ടോ. കാരണം ഷിഫ്റ്റിംഗ് ഗ്രാഫ്സിൻ്റെ തുടക്കമുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. അത് ഞാൻ വീണ്ടും ചെയ്ത് റിപ്പീറ്റ് അടിച്ച് ചെയ്യുന്നില്ല, ടൈം കളയുന്നില്ല, കാര്യം മാത്രം പറയുവാണ് മക്കളെ. സോ തുടക്കമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്, ഇതൊക്കെ എളുപ്പമാണ്, ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഈ ഫസ്റ്റും സെക്കൻഡും തേർഡും നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. സോ കാണാത്തവരുണ്ടെങ്കിൽ നേരത്തെയുള്ള 2023-ലെയും 2024-ലെയും പിന്നെ മോഡൽ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ പരിചയപ്പെട്ടത് ഈ 1, 2, 3 തന്നെയാണ്. പിന്നെ ഉള്ളതാണ് ഈ എക്സ്ട്രാ ഉള്ള ഈ ഒരു ക്വസ്റ്റ്യൻ. മക്കളെ 2025-ലെ ക്വസ്റ്റ്യൻ പാറ്റേൺ അനുസരിച്ചാണെങ്കിൽ നിങ്ങൾക്ക് 2, 4, 6, 8, 10 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ട്. അതിനകത്ത് 8 മാർക്കിൻ്റെ എഴുതിയാൽ മതി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ റിഫ്ലക്ഷൻ 2 മാർക്കിന് എക്സ്ട്രാ ചോദിച്ചിരിക്കുവാണ്. അത് എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഈ ലാബിൽ നിന്ന് കിട്ടും. ഒരു ലാബിന് മാക്സിമം മാർക്ക് 8 മാർക്കാണ്. സോ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. പക്ഷേ എങ്കിലും റിഫ്ലക്ഷനെ പറ്റി പെട്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് പോകാം കേട്ടോ. പെട്ടെന്ന് അധികം ഞാൻ ലെങ്തി ആക്കുന്നില്ല. 4th ക്വസ്റ്റ്യൻ നോക്കണം മക്കളെ. ലെറ്റ് f of x equal to mod x minus 3 if g of x is the reflection of f of x about x axis. അങ്ങനെയാണെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഇതിൻ്റെ റിഫ്ലക്ഷൻ? അപ്പോൾ റിഫ്ലക്ഷനെ പറ്റി ചിലപ്പോൾ നിങ്ങൾക്ക് വൈവ ക്വസ്റ്റ്യൻ ചോദിക്കാം, നിങ്ങളത് എഴുതിയില്ലെങ്കിലും, കാരണം റിഫ്ലക്ഷൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടല്ലോ. സോ അറിയാൻ വേണ്ടി മക്കളെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുവാണ്. മക്കളെ അത് നിങ്ങൾ എഴുതിയെടുത്തോളൂ, അല്ലെങ്കിൽ പഠിച്ചോളൂ കേട്ടോ. കാര്യം എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കണം, റിഫ്ലക്ഷൻ മക്കളെ എബൌട്ട് എക്സ് ആക്സിസും ഉണ്ട്, എബൌട്ട് വൈ ആക്സിസും ഉണ്ട്. വൈവ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്ന കാര്യമാണ് മക്കളെ. എക്സ് ആക്സിസ് ആണ് റിഫ്ലക്ഷൻ എങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് ആയിരിക്കും, അതറിഞ്ഞിരിക്കുക. വൈ ആക്സിസ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് എക്സ് ആയിരിക്കും. ഈ രണ്ട് കാര്യം ഒന്ന് പഠിച്ചു വെച്ചോ മക്കളെ. നിങ്ങളുടെ നാളത്തെ അല്ലെങ്കിൽ അടുത്ത ദിവസത്തെ ലാബ് എക്സാമിന് വൈവ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. എബൌട്ട് എക്സ് ആക്സിസ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ്, എബൌട്ട് വൈ ആക്സിസ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് എക്സ്. ഇനി ഇത് എന്താന്ന് പറയണ്ടേ? പറയാം. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയടാ, മോഡ് എക്സ് മൈനസ് 3 ആണ്. സോ ഇതിന്റെ റിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനാണ്. സോ എബൌട്ട് എക്സ് ആക്സ് എന്ന ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കണ്ടല്ലോ, മോഡ് എക്സ് മൈനസ് 3. അപ്പൊ ഇത് എബൌട്ട് എക്സ് ആക്സ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ്. അങ്ങനെയാണല്ലോ. അപ്പൊ എഫ് ഓഫ് എക്സ് എന്താടാ? മോഡ് എക്സ് മൈനസ് 3 എന്നാണ് അല്ലേ. അപ്പൊ ഇതിനെ മൈനസ് ഓഫ് മോഡ് എക്സ് മൈനസ് 3. ഓക്കെ, അപ്പോൾ എന്ത് വരും? ഈ മൈനസ് ഉള്ളിലേക്ക് എടുത്തേടാ. സോ മൈനസ് മോഡ് എക്സ്, ഈ മൈനസ് ഇവിടെ കൊടുക്കുമ്പോൾ പ്ലസ് 3. സോ ഇതിനകത്ത് റിഫ്ലക്ഷൻ ഏതാണെന്നാണ് ചോദിച്ചത് മക്കളെ. റിഫ്ലക്ഷൻ ഏതാ? നിങ്ങൾ തന്നെ പറ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഏത് ഓപ്ഷൻ വരും? ഇതാണ് ഓപ്ഷൻ. സോ ഇത് തിരഞ്ഞെടുത്ത് എഴുതിയാൽ മതി. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ അല്ലേ? ഇനി എബൌട്ട് വൈ ആക്സിസ് ആണെങ്കിലോ, എബൌട്ട് വൈ ആക്സിസ് ആണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് തരുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് ആയിരിക്കും. അപ്പോൾ വൈ ആക്സിസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് വേണം അതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇത് മൈനസ് എക്സ് ക്യൂബ് ഇത് വരും ഇതിന്റെ റിഫ്ലക്ഷൻ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ തരും, തിരഞ്ഞെടുത്ത് എഴുതിയാൽ മതി. അപ്പൊ ഈ രണ്ട് കാര്യം മക്കളെ ഇപ്പോഴേ പഠിച്ചു വെച്ചോളുക. ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ മക്കളെ, മോഡ് എക്സ് മൈനസ് 3 ഇതിന്റെ റിഫ്ലക്ഷൻ കാണിക്കണമെങ്കിൽ നമ്മൾ ജിയോജിബ്ര ഓപ്പൺ ആക്കുക. നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ അതേപോലെ ടൈപ്പ് ചെയ്യുക, മോഡ് എക്സ് മൈനസ് 3. ഒരു കാര്യമില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. മോഡിനെ നമ്മൾ എന്ത് ചെയ്യണം? എ ബി എസ് ഓഫ് എക്സ് മൈനസ് 3. സോ വന്നല്ലോ മക്കളെ. ഇതിന്റെ റിഫ്ലക്ഷൻ കാണിക്കാനായിട്ട് ഇത് എബൌട്ട് എക്സ് ആക്സിസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് എഫ് അടിക്കുക. സോ സിമ്പിൾ ആയിട്ട് ഇവിടെ മൈനസ് എഫ് എന്ന് അടിച്ചാൽ മതി. റിഫ്ലക്ഷൻ വന്നു കഴിഞ്ഞു, കണ്ടല്ലോടാ. ഇവിടെ നോക്കിക്കോ, സൈഡിലായിട്ട് നോക്കിക്കോ, മൈനസ് പുറത്തെടുത്ത് കാണിച്ചിരിക്കുക കേട്ടോ. മൈനസ് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ മൈനസ് മോഡ് എക്സ് പ്ലസ് 3 വരും. അതാണ് നമ്മുടെ റിഫ്ലക്ഷൻ. സോ ഇതാണ് നമ്മുടെ റിഫ്ലക്ഷൻ. ഇനി ചോദിച്ചിട്ട് ചോദ്യം എന്താടാ? റൈറ്റ് ദ റേഞ്ച് ഓഫ് ജി ഓഫ് എക്സ്. ജി ഓഫ് എക്സിന്റെ റേഞ്ച് എഴുതാനാണ് പറഞ്ഞത് മക്കളെ. ബാക്കി നിങ്ങൾക്ക് അറിയാം റേഞ്ച് എഴുതാൻ. റേഞ്ച് എന്ത് വരും? റേഞ്ച് മൈനസ് ഇൻഫിനിറ്റി തൊട്ട് 3 വരെയാണ് ഇതിന്റെ റേഞ്ച്. സോ റേഞ്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു 3. ഇത്രേ ഉള്ളൂ കാര്യം. സോ ഇതാണ് നിങ്ങൾക്ക് റിഫ്ലക്ഷൻ ആയിട്ട് ചോദിക്കാനുള്ളത് കേട്ടോ. അപ്പൊ രണ്ട് കാര്യം നിങ്ങൾ പഠിച്ചു വെക്കുക. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു
അത് രണ്ടും പഠിച്ചു വയ്ക്കുക കേട്ടോ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ അത് എബൌട്ട് എക്സ് ആക്സ് ആയിരിക്കും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് എക്സ് ആണെങ്കിൽ അതായിരിക്കും വൈ ആക്സിസ്. നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്ന എക്സ് ആക്സിന് റിഫ്ലക്ഷൻ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ കേട്ടോ മക്കളെ. വൈ ആക്സിസ് ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. ഇനി വൈ ആക്സിസ് ചോദിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇൻപുട്ടിൽ മൈനസ് എഫ് എന്നല്ല അടിച്ചു കൊടുത്തത്. അപ്പോൾ ഇവിടെ അടിച്ചു കൊടുക്കണം എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് വേണം അടിച്ചു കൊടുക്കാൻ, വൈ ആക്സിസ് ആണെങ്കിൽ. ഓക്കെ, വൈ ആക്സിസ് ആണെങ്കിൽ ഇത്രയുള്ള പരിപാടി വളരെ എളുപ്പം ചെയ്യാൻ പറ്റിയ ഒരു ലാബാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു തരാം, വേണമെങ്കിൽ മതി. സാറ് ചോദിക്കണം എന്താണ് ഓഡ് ഫംഗ്ഷൻ. ഓഡ് ഫംഗ്ഷൻ, ഈവൻ ഫംഗ്ഷൻ ഇതിൻ്റെ അകത്ത് തന്നെ ഉള്ളതാണ്. ഓഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മക്കൾ ഇത്രയേ ഉള്ളൂ, എഫ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ്. ഇപ്പൊ പറഞ്ഞില്ലേ, അതാണ് ഓഡ് ഫംഗ്ഷൻ. ഈവൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് വൈവയാണ്. എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ ആ മൈനസ് അങ്ങ് പോകും. ഓക്കെ, ഇത് രണ്ടും കൂടെ അറിഞ്ഞിരിക്കുക, വൈവ ക്വസ്റ്റ്യൻ ആണ്. ഇനി ഓഡ് ഫംഗ്ഷൻ എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ അതും പറയാം. ഓഡ് ഫംഗ്ഷൻ എക്സാമ്പിൾ ആണ് എക്സ് ക്യൂബ്, പിന്നെ സൈൻ എക്സ്. കാരണം ഇതിൻ്റെയൊക്കെ മൈനസ് ഇട്ട് കൊടുത്താലും ആൻസർ വരുമ്പോൾ മൈനസ് എഫ് ഓഫ് എക്സേ വരത്തുള്ളൂ. സൈൻ എക്സിനകത്ത് മൈനസ് ഇട്ടാൽ മൈനസ് പുറത്തേക്ക് എടുക്കുക അല്ലേ, മൈനസ് സൈൻ എക്സ് വരും. ഇനി ഈവൻ ഫംഗ്ഷൻ എക്സാമ്പിൾ ഏതാണ്, എക്സ് സ്ക്വയർ, കോസ് എക്സ്. ഇതൊക്കെയാണ് ഈവൻ ഫംഗ്ഷന് എക്സാമ്പിൾ. ഇത് വൈവ ക്വസ്റ്റ്യൻ ആണ് മക്കളെ, അല്ലാതെ ചെയ്യാനായിട്ട് ചോദിക്കത്തില്ല. വൈവയാണ്, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ. അപ്പോൾ റിഫ്രഷിൻ്റെ കാര്യം ഇത്രയുള്ള മക്കളെ, സിമ്പിളായിട്ടൊന്ന് അറിഞ്ഞിരിക്കുക. ഞാൻ പറഞ്ഞത് എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആണ്, വേണമെങ്കിൽ ചെയ്താൽ മതി, പക്ഷേ അറിഞ്ഞിരിക്കണം. കുട്ടികൾ കൂടുതൽ കമൻറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇതുമായിട്ട് വന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ലാബോട്ട് കാണാം. ഓക്കെ, ബൈ.